ഇനി നോമ്പ് തുറക്കുമ്പോ എന്തുകൊണ്ട് നോമ്പ് തുറക്കലാ ഏറ്റവും നല്ലത്? കാരക്ക കൊണ്ട്, ഈത്തപ്പഴം കൊണ്ട്, ശേഷം വെള്ളം കൊണ്ട്. അത് കഴിച്ചതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. എന്ത്? സഹബൽ ലമഉ വബതല്ലത്തിൽ റൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. സഹബൽ ലമഉ, ദാഹം പോയി. വബതല്ലത്തിൽ റൂഖു, നാഡി നരമ്പുകളൊക്കെ നനഞ്ഞു കുളിർത്തു. വസബതൽ അജ്റു, പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അതിന്റെ കൂലി സ്ഥിരപ്പെട്ടു കഴിഞ്ഞു എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുത്തു, നിന്റെ അന്നത്തിന്മേൽ ഞാൻ നോമ്പ് മുറിച്ചു എന്ന ഒരു ദിക്ർ ചില കാർഡുകളിലും പുസ്തകങ്ങളിലൊക്കെ കാണാറുണ്ട്. ഇല്ല, അതിന് അടിസ്ഥാനമൊന്നുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അവിടുന്ന് പഠിപ്പിച്ചതിൽ വാരിതായ സഹീഹായി വന്നതാണ്. അത് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറിയിട്ടാണ് പറയേണ്ടത്. അതായത് വെറും കാരക്കൻ വായിലിട്ട് ദഹബൽ ലമഉ വബതല്ലത്തിൽ റൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് പറഞ്ഞ ദാഹം മാറിയോ? വെള്ളം കുടിക്കണേനോ കാരക്കങ്ങനെ ചോക്കുമ്പോഴൊക്കെ ദാഹം മാറിയോ? ഇപ്പൊ കാരക്കൊക്കെ തിന്നതിന് ശേഷം സുന്നത്തുകൾക്ക് വെള്ളവും കൂടി കുടിച്ചൊക്കെ ദാഹം മാറിയിട്ട് ദഹബൽ ലമഉ, ദാഹം പോയി. വബതല്ലത്തിൽ റൂഖു, നാഡിനരമ്പുകൾ നനഞ്ഞു. വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിന്റെ കൂലി സ്ഥിരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്സായിനി ഫറഹതാനി, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് എന്നാണ്. രണ്ട് സന്തോഷം. ഒന്ന് നോമ്പ് തുറക്കുന്ന നേരത്താണ്, മറ്റൊന്ന് അള്ളാനെ കണ്ടുമുട്ടുമ്പോഴാണ്. എന്താ നോമ്പ് തുറക്കുന്ന നേരത്തുള്ള സന്തോഷം? അള്ളാഹ്, എനിക്ക് നോമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ, പടച്ചോനെ ഞാൻ വിചാരിച്ചിട്ടില്ല, ഒരു പ്രയാസം ഉണ്ടായില്ല, അള്ളാഹു വലിയ തൗഫീഖോടെ ആ സമയമായിരിക്കുന്നു, എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ വല്ലാത്ത സന്തോഷം. ആ ദാഹവും വിഷമൊക്കെ തീരുന്ന എനിക്ക് വെള്ളം കുടിക്കാനുള്ള ആ ഒരു സന്തോഷം. രണ്ടാമത്തേത് തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നേരത്തുള്ള ആ ഒരു സന്തോഷം. ആ നിലയ്ക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്ന നേരമാണ്